ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയും തമ്മിൽ ചേർത്ത് പറയുന്നത് നിർത്തണമെന്ന് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ജരേക്കർ. കഴിഞ്ഞ മാസമാണ് ഇരുവരും ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അപ്രതീക്ഷിതമായുണ്ടായ ഈ തീരുമാനത്തിന്റെ ആഘാതത്തിലാണ് ഇന്ത്യൻ ടീം. ഇരുവരും വിരമിച്ചതോടെ ശുഭ്മാൻ ഗില്ലാണ് ടെസ്റ്റിൽ ടീമിന്റെ നായകനായി ചുമതലയേറ്റത്. ഈ മാസം 20-ന് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലാകും കോഹ്ലിയും രോഹിത്തുമില്ലാതെ ഇന്ത്യ ആദ്യമായി കളിക്കാനിറങ്ങുന്നത്. ഇതിനിടെയാണ് വൈറ്റ് ബോളിൽ താരതമ്യം ചെയ്യുന്നത് പോലെ കോഹ്ലിയെയും രോഹിത്തിനെയും ചേർത്ത് പറയരുതെന്ന് ആവശ്യപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായ സഞ്ജയ് മഞ്ജരേക്കർ രംഗത്ത് വന്നത്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അഭാവം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുമെന്ന് അടുത്തിടെ ഗിൽ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആളുകൾ ടെസ്റ്റിലും രോഹിത്തിനെയും കോഹ്ലിയെയും ചേർത്ത് പറയുന്നതാണ് എന്നെ അലട്ടുന്നത്. നമ്മൾ അവരെ ഒരുമിച്ച് റോക്കോ എന്ന് ചേർത്ത് വിളിക്കുന്നു. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ തെറ്റൊന്നുമില്ല. രണ്ടാൾക്കും ഏകദേശം സാമ്യമായ കണക്കുകളാണുള്ളത്. എന്നാൽ റെഡ് ബോളിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഈ ഫോർമാറ്റിൽ രണ്ടുപേരെയും ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനാകില്ല. സേനാ രാജ്യങ്ങളിൽ വിരാട് കോഹ്ലിക്ക് 12 സെഞ്ചുറികളുണ്ട്. എന്നാൽ 100 ഇന്നിംഗ്സുകളോളം ഈ രാജ്യങ്ങളിൽ കളിച്ച രോഹിത്തിന് ആകെ 2 സെഞ്ചുറികൾ മാത്രമാണുള്ളത്, മഞ്ജരേക്കർ പറഞ്ഞു.